എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തുടരുന്നത് ഇടനാഴിയിലെ കവിത എന്ന പ്രണയകഥയുടെ അടുത്ത ഭാഗമാണ്. അധ്യായം 11. മൗനത്തിന്റെ നാളുകൾ. സന്തോഷത്തിന്റെ ദിനങ്ങൾ എത്ര വേഗമാണ് കടന്നുപോകുന്നത്. ടെറസിലെ ആ മനോഹരമായ വൈകുന്നേരത്തിന് ശേഷം മായയുടെയും ലിയാമിന്റെയും ലോകം പ്രകാശപൂർണമായിരുന്നു. പക്ഷേ ആ പ്രകാശം അധികനാൾ നീണ്ടുനിന്നില്ല. മായയുടെ വീട്ടിൽ നിന്നുള്ള ഫോൺ കോളുകൾക്ക് മുൻപത്തേക്കാൾ ഗൗരവം കൂടി വന്നു. സെമസ്റ്റർ അവധിക്ക് നാട്ടിൽ പോയി തിരിച്ചെത്തിയ മായ പഴയ മായയായിരുന്നില്ല. അവളുടെ കണ്ണുകളിൽ ഒരുതരം ഭയവും മൗനവും തളം കെട്ടിനിന്നു. അന്ന് തിങ്കളാഴ്ചയായിരുന്നു. പതിവ് പോലെ ലിയാം ലൈബ്രറി ഇടനാഴിയിൽ അവൾക്കായി കാത്തുനിന്നു. കയ്യിൽ അവൾക്കായി കരുതിയ ഒരു ചെറിയ ചിത്രവുമുണ്ട്. പക്ഷെ മായ വന്നപ്പോൾ അവൾ അവനെ നോക്കാതെ വേഗത്തിൽ നടന്നുപോയി. ലിയാം അത്ഭുതത്തോടെ അവളുടെ പിന്നാലെ ഓടിച്ചെന്നു. മായ, നിനക്കെന്തു പറ്റി? എന്താ നീ എന്നെ ശ്രദ്ധിക്കാത്തത്? ലിയാം അവളുടെ കയ്യിൽ പിടിച്ചു. മായ പെട്ടെന്ന് കൈ പിൻവലിച്ചു. അവൾ ചുറ്റും നോക്കി. ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന ഭയം അവളുടെ മുഖത്തുണ്ടായിരുന്നു. ലിയാം, ഇവിടെ വെച്ച് സംസാരിക്കരുത്. പ്ലീസ്, നീ പോകൂ. എന്തു പറ്റി മായ? നിന്റെ വീട്ടിൽ എന്തെങ്കിലും അറിഞ്ഞോ? ലിയാമിന്റെ ശബ്ദത്തിൽ ആശങ്ക പടർന്നു. മായയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ അവനെ നോക്കാതെ പതുക്കെ പറഞ്ഞു, അച്ഛനെല്ലാം അറിഞ്ഞു ലിയാം. ആർട്സ് ഫെസ്റ്റിന്റെ സമയത്ത് ആരോ എടുത്ത ഫോട്ടോകൾ അച്ഛന്റെ കയ്യിൽ കിട്ടി. നാട്ടിൽ വലിയ ബഹളമായിരുന്നു. എന്നെ കോളേജിൽ നിന്ന് മാറ്റാനാണ് അച്ഛൻ ആദ്യം തീരുമാനിച്ചത്. കരഞ്ഞ കാലു പിടിച്ചാണ് പരീക്ഷ എഴുതാൻ വരാൻ സമ്മതിപ്പിച്ചത്. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. ഞാൻ നിന്നോട് സംസാരിക്കാൻ പാടില്ല. ലിയാം തകർന്നുപോയി. അവന്റെ കയ്യിലിരുന്ന ആ ചിത്രം താഴെ വീണു. മായ, നിനക്കെന്നെ ഉപേക്ഷിക്കാൻ കഴിയുമോ? വെറുമൊരു ഫോട്ടോയുടെ പേരിൽ നമ്മുടെ ഇത്രയും കാലത്തെ ബന്ധം നീ ഇല്ലാതാക്കുമോ? എനിക്കറിയില്ല ലിയാം, മായ വിറയലോടെ പറഞ്ഞു. അച്ഛന് ഹൃദയ സംബന്ധമായ അസുഖമുള്ളതാണ്. ഞാൻ കാരണം അച്ഛന് എന്തെങ്കിലും പറ്റിയാൽ എനിക്ക് എന്നോട് തന്നെ ക്ഷമിക്കാൻ കഴിയില്ല. നീ എന്നെ മനസ്സിലാക്കണം. കുറച്ചു കാലത്തേക്ക് നമുക്ക് മിണ്ടാതിരിക്കാം. എല്ലാം ശരിയാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവൾ വേഗത്തിൽ നടന്നു നീങ്ങി. ലിയാം ആ ശൂന്യമായ ഇടനാഴിയിൽ തനിച്ചായി. തറയിൽ വീണുകിടന്ന ആ ചിത്രത്തിലേക്ക് അവൻ നോക്കി. അതിലവൻ മായയെ ഒരു പൂമ്പാറ്റയായിട്ടായിരുന്നു വരച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ ആ പൂമ്പാറ്റയുടെ ചിറകുകൾ അരിയപ്പെട്ടിരിക്കുന്നു. പിന്നീടുള്ള ദിവസങ്ങൾ ലിയാമിന് നരകതുല്യമായിരുന്നു. ക്യാമ്പസിലെ ഓരോ കോണിലും അവൻ മായയെ തിരഞ്ഞു. പക്ഷെ അവൾ അവനെ ബോധപൂർവം ഒഴിവാക്കി. കാന്റീനിലും ലൈബ്രറിയിലും അവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ മായ തല താഴ്ത്തി നടന്നു പോകും. അവളുടെ ആ നിശബ്ദത ലിയാമിനെ വല്ലാതെ വേദനിപ്പിച്ചു. അവൾക്ക് എങ്ങനെ ഇത്ര പെട്ടെന്ന് മാറാൻ കഴിയുന്നു എന്ന് അവൻ ചിന്തിച്ചു. ലിയാം വരയ്ക്കുന്നത് നിർത്തി. അവന്റെ ക്യാൻവാസുകൾ വെറുതെ കിടന്നു. അവന്റെ മുടി കൂടുതൽ അലസമായി. കണ്ണുകൾ കുഴിഞ്ഞുപോയി. അഞ്ജലിയും വിവേകും അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ ആരുടെയും വാക്കുകൾ കേട്ടില്ല. അവൻ ആ പഴയ ടെറസിൽ മണിക്കൂറുകളോളം ഒറ്റയ്ക്കിരുന്നു. മായയുടെ അവസ്ഥയും ഒട്ടും മെച്ചമായിരുന്നില്ല. ഹോസ്റ്റൽ മുറിയിൽ അവൾ തനിച്ചിരുന്ന് കരഞ്ഞു. ലിയാമിന്റെ ഓരോ മെസ്സേജും കാണുമ്പോൾ അവൾക്ക് മറുപടി നൽകാൻ തോന്നുമായിരുന്നു. പക്ഷെ അച്ഛന്റെ മുഖം അവളുടെ മുന്നിൽ ഒരു തടസ്സമായി നിന്നു. ഓരോ ദിവസവും അവൾ തന്റെ ഉള്ളിലെ പ്രണയത്തെ ശ്വാസം മുട്ടിച്ചു കൊല്ലുകയായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം ലിയാം ലൈബ്രറിയിലെ ആ പഴയ വായനമുറിയിൽ വെച്ച് അവളെ തടഞ്ഞു. മായ, എനിക്ക് നിന്നോട് സംസാരിക്കണം. നീ എന്നെ ഇത്രയും ക്രൂരമായി ശിക്ഷിക്കരുത്. ഒരു വാക്ക്, ഒരേയൊരു വാക്ക് നീ മിണ്ടിയാൽ മതി. മായ അവനെ നോക്കി. അവളുടെ കണ്ണുകളിൽ ശൂന്യതയായിരുന്നു. ലിയാം, നമ്മൾ തമ്മിലുള്ള ദൂരം വർദ്ധിച്ചു കഴിഞ്ഞു. നീ കലയുടെ ലോകത്താണ്, ഞാൻ എന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങളിലാണ്. നമുക്കൊരിക്കലും ഒന്നിക്കാൻ കഴിയില്ലെന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുന്നു. ദയവായി എന്നെ മറക്കാൻ ശ്രമിക്കൂ. അവൾ അവിടെ നിന്ന് ഓടിപ്പോയി. ലിയാം ആ കസേരയിലേക്ക് തളർന്നിരുന്നു. ലൈബ്രറിയിലെ ആ മൗനം ഇപ്പോൾ അവനെ ഭയപ്പെടുത്തുകയായിരുന്നു. ഒരു കാലത്ത് അവർ നിശബ്ദമായി സംസാരിച്ചിരുന്ന അതേ സ്ഥലത്ത് ഇപ്പോൾ ആ മൗനം അവർക്കിടയിൽ ഒരു വലിയ മതിലായി മാറിയിരിക്കുന്നു. ക്യാമ്പസിലെ മരങ്ങളിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞുകൊണ്ടിരുന്നു. മഴവിൽ നിറങ്ങൾ മാഞ്ഞുപോയി. പകരം ചാരനിറത്തിലുള്ള മേഘങ്ങൾ അവരുടെ ജീവിതത്തെ പൊതിഞ്ഞു. മൗനത്തിന്റെ ആ നാളുകൾ അവരുടെ പ്രണയത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അധ്യായം 12. കാണാത്ത കത്തുകൾ. ക്യാമ്പസിലെ ഇടനാഴികളിൽ പണ്ട് പ്രണയത്തിന്റെ സുഗന്ധമുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അവിടെ അനുഭവപ്പെടുന്നത് ശൂന്യതയുടെ കൈപ്പാണ്. മായയും ലിയാമും ഒരേ മണ്ണിലൂടെ നടക്കുന്നുണ്ടായിരുന്നുവെങ്കിലും അവർക്കിടയിൽ 1000 മൈലുകളുടെ അകലമുണ്ടായിരുന്നു. മായയുടെ കണ്ണുകൾ ലിയാമിനെ കാണുമ്പോൾ അറിയാതെ താഴ്ന്നുപോകും. ലിയാമിന്റെ കണ്ണുകളാകട്ടെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുമായി അവളെ പിന്തുടരും. സംസാരിക്കാൻ കഴിയാത്ത ആ നാളുകളിൽ ലിയാം വീണ്ടും കടലാസുകളെ ആശ്രയിച്ചു തുടങ്ങി. പക്ഷെ പഴയതുപോലെ കുസൃതി നിറഞ്ഞ വരികളായിരുന്നില്ല അവ. ഓരോ കത്തും അവന്റെ രക്തം കൊണ്ട് എഴുതിയതുപോലെ തീക്ഷ്ണമായിരുന്നു.
അന്ന് വൈകുന്നേരം ഹോസ്റ്റലിലെ ഏകാന്തതയിലിരിക്കുമ്പോൾ ലിയാം തന്റെ ഡയറിയിലെ ഒരു താൾ കീറിയെടുത്തു. അവന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. മായ, നീ എന്നെ ഒഴിവാക്കുമ്പോൾ നിനക്ക് സമാധാനം ലഭിക്കുന്നുണ്ടോ? എന്റെ ഓരോ ശ്വാസവും നിന്റെ പേര് വിളിക്കുമ്പോൾ നിനക്ക് എങ്ങനെയാണ് ഇത്രയും നിശബ്ദയായിരിക്കാൻ കഴിയുന്നത്? നിന്റെ അച്ഛന്റെ നിയമങ്ങൾ നമ്മുടെ പ്രണയത്തേക്കാൾ വലുതാണോ? നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. നമ്മുടെ ആ പഴയ ഇടനാഴിയിൽ മഷി ഉണങ്ങിയ ഈ പേനയുമായി. അവൻ ആ കത്ത് ഒരു ചെറിയ ചുരുളാക്കി മാറ്റി. ലൈബ്രറിയിലെ പഴയ ഫിസിക്സ് സെക്ഷനിൽ മായ എപ്പോഴും റെഫർ ചെയ്യുന്ന ആ വലിയ വാല്യം പുസ്തകത്തിനുള്ളിൽ അവൻ അത് ഒളിപ്പിച്ചു വെച്ചു. അവൾ അത് കാണുമെന്നും തനിക്ക് മറുപടി നൽകുമെന്നും അവൻ വെറുതെ മോഹിച്ചു. പിറ്റേന്ന് മായ ആ പുസ്തകം എടുത്തു. ലിയാം ദൂരെ നിന്നത് നോക്കി നിൽക്കുകയായിരുന്നു. അവൾ ആ പേജ് തുറന്നപ്പോൾ കത്ത് താഴെ വീണു. ലിയാമിന്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചു. മായ ആ കത്തെടുത്തു. ലിയാമിന്റെ അക്ഷരങ്ങൾ കണ്ടപ്പോൾ അവളുടെ കൈകൾ വിറച്ചു. കണ്ണുനീർ തുള്ളികൾ ആ കടലാസിനെ നനച്ചു. പക്ഷേ അവൾ അത് വായിച്ചില്ല. വായിച്ചാൽ തന്റെ ഉറച്ച തീരുമാനങ്ങൾ തകർന്നു പോകുമെന്ന് അവൾ ഭയന്നു. അവൾ ആ കത്ത് തുറക്കാതെ തന്നെ തന്റെ ബാഗിന്റെ ആഴങ്ങളിലേക്കിട്ടു. ദൂരെ നിന്ന് ഇത് കണ്ട ലിയാമിന്റെ ഉള്ളിൽ ഒരു വലിയ വിള്ളൽ വീണു. അവൾ അത് വായിച്ചില്ലേ? അതോ അവൾക്കത് വേണ്ടെന്നാണോ? ദിവസങ്ങൾ കടന്നുപോയി. ലിയാം വീണ്ടും കത്തുകൾ എഴുതി. ഓരോ കത്തും അവൻ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചു. അവളുടെ റെക്കോർഡ് ബുക്കിന്റെ ഇടയിൽ, ഹോസ്റ്റലിലേക്ക് പോകുന്ന വഴിയരികിലെ വാഗമരത്തിന്റെ ചില്ലയിൽ, ക്യാൻറ്റീനിലെ അവളുടെ സ്ഥിരം സീറ്റിന് താഴെ. പക്ഷേ മായ ഒന്നിലും പ്രതികരിച്ചില്ല. അവൾ ആ കത്തുകളെല്ലാം കണ്ടു, പക്ഷേ അവയൊന്നും തുറന്നില്ല. ഓരോ കത്തും തന്റെ അച്ഛനോടുള്ള ബാധ്യതയുടെയും കുടുംബത്തിന്റെ അഭിമാനത്തിന്റെയും ഭാരമായി അവൾക്ക് തോന്നി. ഹോസ്റ്റൽ മുറിയിൽ മായ ആ തുറക്കാത്ത കത്തുകളുടെ ശേഖരം നോക്കിയിരുന്നു. അവൾക്ക് അവ കത്തിച്ചു കളയാൻ തോന്നിയില്ല, പക്ഷേ വായിക്കാൻ ധൈര്യവുമില്ലായിരുന്നു. എന്നെ വെറുക്കൂ ലിയാം, എങ്കിലേ നിനക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയൂ, അവൾ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് മന്ത്രിച്ചു. അതേസമയം ലിയാമിന്റെ അവസ്ഥ കൂടുതൽ പരിതാപകരമായി. അവൻ ഭക്ഷണം കഴിക്കുന്നത് നിർത്തി. അവന്റെ സുഹൃത്തുക്കൾ അവനെ നിർബന്ധിച്ച് ക്യാൻറ്റീനിൽ കൊണ്ടുപോയെങ്കിലും അവൻ ഒന്നിനോടും പ്രതികരിച്ചില്ല. അവന്റെ കൈകളിൽ പഴയതുപോലെ ബ്രഷുകൾ ഇരുന്നില്ല. അവൻ ചായങ്ങൾ കൊണ്ട് കളിച്ചിരുന്ന ക്യാൻവാസുകൾ ഇപ്പോൾ വെറും വെള്ളക്കടലാസുകളായി അവനെ നോക്കി പരിഹസിച്ചു. ലിയാം, നീ ഇങ്ങനെ തകർന്നു പോകരുത്. അവൾ നിന്നെ ചതിക്കുകയാണ്, അഞ്ജലി ഒരു ദിവസം അവനോട് പറഞ്ഞു. ലിയാം അവളെ രൂക്ഷമായി നോക്കി. അവൾ ചതിക്കുകയല്ല അഞ്ജലി, അവൾ പോരാടുകയാണ്. അവളോട് തന്നെ. എനിക്കറിയാം അവൾക്കെന്നെ മറക്കാൻ കഴിയില്ലെന്ന്. പക്ഷേ മറുപടിയില്ലാത്ത ദിവസങ്ങൾ ആ വിശ്വാസത്തെ പതുക്കെ തകർക്കാൻ തുടങ്ങി. തന്റെ കത്തുകൾ അവൾക്ക് വെറും മാലിന്യങ്ങളാണോ എന്ന് ലിയാം ചിന്തിച്ചു തുടങ്ങി. സ്നേഹം അസൂയയ്ക്കും വേദനയ്ക്കും വഴിമാറുന്ന ആ കറുത്ത നിമിഷങ്ങളിൽ ലിയാം തന്റെ അവസാനത്തെ കത്തെഴുതി. മായ, ഇതാണ് എന്റെ അവസാനത്തെ കത്ത്. ഇനി ഞാൻ നിന്നെ ശല്യം ചെയ്യില്ല. നിന്റെ നിശബ്ദതയാണ് എനിക്കുള്ള മറുപടിയെങ്കിൽ ഞാൻ അത് സ്വീകരിക്കുന്നു. പക്ഷെ ഒന്നോർക്കുക, ഈ ഇടനാഴികളിൽ ഇനി ഒരിക്കലും ഒരു കവിത ജനിക്കില്ല. ചായങ്ങൾ ഉണങ്ങിപ്പോയ ഒരു ചിത്രകാരനായി ഞാൻ മടങ്ങുകയാണ്. ആ കത്ത് അവൻ ലൈബ്രറിയിലെ അതേ പുസ്തകത്തിൽ വെച്ചു. മായ അന്ന് ലൈബ്രറിയിൽ വന്നില്ല. ആ കത്ത് അവിടെ തന്നെ ഇരുന്നു, കാണാത്ത കത്തുകളുടെ കൂട്ടത്തിലെ അവസാനത്തെ രഹസ്യമായി. കാമ്പസിൽ കാറ്റ് വീശിക്കൊണ്ടിരുന്നു. വാഗമരത്തിലെ ഇലകൾ പഴുത്തു വീണു. ആ രണ്ട് ഹൃദയങ്ങൾക്കിടയിൽ മൗനം ഒരു വലിയ സമുദ്രമായി വളർന്നു കഴിഞ്ഞു. അവർ ഒരേ ആകാശത്തിന് കീഴെയായിരുന്നിട്ടും പരസ്പരം കാണാൻ കഴിയാത്ത രണ്ട് നക്ഷത്രങ്ങളെ പോലെ അകന്നുപോയി. ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.